ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പേര് ഫിയാസ്. ഞാൻ കഴിഞ്ഞ ഒരു വർഷത്തിൽ കൂടുതലായിട്ട് ഒരു ഫുൾ ടൈം ട്രേഡറാണ്. ഞാൻ ഡയറക്ഷൻ ഓപ്ഷൻ സെല്ലിങ്ങും അതുപോലെ തന്നെ ഡയറക്ഷൻ ഓപ്ഷൻ ബൈങ്ങുമാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എടുക്കുന്ന എല്ലാ ട്രേഡ് ഡീറ്റെയിൽസും അതുപോലെ തന്നെ അതിൻ്റെ ലോജിക്സ് എല്ലാം ഈ ചാനലിൽ ഇന്ന് മുതൽ അപ്ലോഡ് ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്. സോ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ്, നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഡെയിലി അനാലിസിസ് ഇതെല്ലാം ഈ ചാനൽ അപ്ലോഡ് ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എല്ലാവരും. അതുപോലെ തന്നെ നിങ്ങൾ ട്രേഡിങ്ങിനും താല്പര്യമുള്ള ആളുകൾക്ക് ഫോർവേഡ് ചെയ്യുക. ഇന്നത്തെ ട്രേഡ് ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. ഇന്ന് ഞാൻ ടോട്ടൽ 3 ട്രേഡാണ് എടുത്തത്. 3 ട്രേഡിലും പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ കഴിഞ്ഞു. സോ ഫസ്റ്റ് എടുത്ത ട്രേഡ് എന്ന് പറയുന്നത് ഈ 51,200 പി ആണ് ഞാൻ സെല്ല് ചെയ്യുകയാണ് ചെയ്തത്. സോ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. സോ ഇന്ന് ബാങ്ക് നിഫ്റ്റി ഒരു ഗ്യാപ് ഡൗൺ ആയിട്ടാണ് ഓപ്പൺ ചെയ്തത്. അതിനുശേഷം നമ്മൾ ഈ 5 മിനിറ്റ്സ് ക്യാൻഡിലിൽ 5 മിനിറ്റ്സിൽ നമുക്കൊരു ഇൻഡിസിഷൻ ക്യാൻഡിലാണ് ഫോം ചെയ്തത്. അതിനുശേഷം നമുക്കൊരു ബുള്ളിഷ് ക്യാൻഡിൽ കാണാൻ കഴിഞ്ഞു. സോ ഞാൻ ഈ ഒരു ഇതിൻ്റെ ഇന്നത്തെ 5 മിനിറ്റ്സ് ക്യാൻഡലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത സമയത്താണ് ഞാനൊരു പുട്ട് ഓപ്ഷൻ സെല്ല് ചെയ്തത്. എൻ്റെ വ്യൂ ബുള്ളിഷ് ആയിരുന്നു. സോ അതുകൊണ്ട് ഞാൻ ബുള്ളിഷ് ആണെന്നുണ്ടെങ്കിൽ കോൾ ഓപ്ഷൻ ബൈ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ പുട്ട് ഓപ്ഷൻ സെല്ല് ചെയ്യാം. ഞാൻ പുട്ട് ഓപ്ഷൻ സെല്ല് ചെയ്തു. സോ എൻ്റെ ഒരു സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഈ ക്യാൻഡിലിൻ്റെ താഴെയായിരുന്നു സ്റ്റോപ്പ് ലോസ് ഞാൻ ഉദ്ദേശിച്ചിരുന്നത്. സോ അതിനുശേഷം നമുക്ക് ചെറിയൊരു റിട്രേസ്മെന്റ് കാണാൻ കഴിഞ്ഞു. പിന്നെ ഇവിടുന്ന് സപ്പോർട്ട് എടുത്തിട്ട് നമുക്ക് ഇന്നത്തെ ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്ത് നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ നമുക്ക് കാണാൻ കഴിഞ്ഞു. സോ കൺഫേം ആയി, അതായത് മാർക്കറ്റ് ബുള്ളിഷ് ആണ് എന്നുള്ളത് ആൾമോസ്റ്റ് കൺഫേം ആയി. സോ എൻ്റെ സ്റ്റോപ്പ് ലോസ് ഞാൻ ഈ ക്യാൻഡലിൻ്റെ താഴെ ഞാൻ ട്രയൽ ചെയ്ത് കൊണ്ടുവന്നു. അങ്ങനെ എന്താ പറയുക, ഏകദേശം ഈ ഒരു ക്ലോസിംഗ് ലെവലിൽ നിന്ന് കഴിഞ്ഞ ദിവസത്തെ ക്ലോസിംഗിൽ വന്നാണ് മാർക്കറ്റ് റെസിസ്റ്റൻസ് എടുത്തു. അപ്പോൾ ഞാൻ എൻ്റെ സ്റ്റോപ്പ് ലോസ് ഇങ്ങനെ ട്രയൽ ചെയ്ത് കൊണ്ടുവരുന്നുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ക്യാൻഡലിൽ എൻ്റെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായി. ജസ്റ്റ് എൻ്റെ ഓർഡർ ഡീറ്റെയിൽസിലേക്ക് പോവാം. ഓർഡർ ഡീറ്റെയിൽസ് ഞാൻ 51,100 പി ആണ് ഞാൻ സെല്ല് ചെയ്തത്. 9:30-17 ഞാൻ സെല്ല് ചെയ്തത്. എൻ്റെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 322.20 ആയിരുന്നു. അത് ഞാൻ ഇത് എൻ്റെ സ്റ്റോപ്പ് ലോസ് 260 സ്റ്റോപ്പ് ലോസ് ഹിറ്റായി. 12:26 എൻ്റെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായത്. അതിനുശേഷം ഞാൻ നെക്സ്റ്റ് ട്രേഡ് എടുത്ത് നമുക്ക് നോക്കാം. ഈ ഒരു ട്രേഡിൽ എനിക്ക് ഏകദേശം 61 പോയിന്റാണ് ക്യാച്ച് ചെയ്യാൻ കഴിഞ്ഞത്. 62 പോയിന്റ് ക്യാച്ച് ചെയ്യാൻ പറ്റി. സോ അതിനുശേഷം ഈ ഒരു ലെവലിൽ നിന്നാണ് നമുക്ക് ബ്രേക്ക് ഔട്ട് തന്നത്. ഈ ഒരു ലെവലിൽ പിന്നെ ഫസ്റ്റ് വന്നിട്ട് ഒരു സപ്പോർട്ട് എടുത്തു. അതിനുശേഷം മാർക്കറ്റ് പിന്നെ ഈ ഒരു ക്ലോസിംഗിൽ വന്ന് റെസിസ്റ്റൻസ് എടുത്ത് വീണ്ടും ഈ ഒരു ലെവലിൽ വന്നിട്ട് സപ്പോർട്ട് എടുത്ത്, എന്നിട്ട് നമുക്ക് ഇവിടെ നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ കാണാൻ കഴിഞ്ഞു. ശരിക്കും ഇവിടെ നിന്നായിരുന്നു അടുത്ത എൻട്രി എടുക്കേണ്ടത്. പക്ഷേ എനിക്ക് ആ സമയത്ത് ഞാൻ സീറ്റില്ലാത്ത കാരണം എനിക്ക് എൻട്രി കിട്ടിയില്ല. സോ ഞാൻ ഏകദേശം ഈ ഒരു ലെവലിൽ നിന്നാണ് ഞാൻ എൻ്റെ എൻട്രി എടുത്തത്. ഈ ഒരു ലെവലിൽ നിന്ന് ഞാൻ 51,200 പി ആണ് ഞാൻ സെല്ല് ചെയ്തത്. ജസ്റ്റ് 51,200 പി എൻ്റെ 75 ക്വാണ്ടിറ്റിയാണ് ഞാൻ സെല്ല് ചെയ്തത്. ഏകദേശം 279.90 ആയിരുന്നു എൻ്റെ സെല്ലിംഗ് പ്രൈസ്. ഇവിടെ നിന്ന് ഞാൻ സെല്ല് ചെയ്തു. അതിനുശേഷം ഈ ഒരു ലെവലിലാണ് ഞാൻ എൻ്റെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തത്. 258.20. ഈ ഒരു ട്രേഡിന് ഏകദേശം 21 പോയിന്റ് നമുക്ക് ക്യാച്ച് ചെയ്യാൻ കഴിഞ്ഞു. ഇനി അടുത്ത ട്രേഡിലേക്ക് പോകാം. അടുത്ത ട്രേഡ് നിഫ്റ്റിയിലാണ് ഞാൻ എടുത്തത്. നിഫ്റ്റിയിൽ ഞാൻ ട്രേഡ് എടുക്കാനുള്ള കാരണം, നിഫ്റ്റി ഈ ഒരു ലെവലിൽ വന്നിട്ട് സപ്പോർട്ട് എടുത്തിട്ട് പിന്നെ ഇവിടെ വന്നിട്ട് ഒരു ഡബ്ല്യു പാറ്റേൺ നമുക്ക് കാണാം. ഈ ഒരു ക്യാൻഡിലിന്റെ ഹൈ ബ്രേക്ക് ചെയ്ത സമയത്ത് ഞാൻ ഇവിടെ നിന്നാണ് ഒരു 24,700 PE സെല്ല് ചെയ്തത്. എൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 123.50 ആയിരുന്നു.
ഈ ഒരു ക്യാൻഡിൽ ബ്രേക്ക് ചെയ്ത സമയത്താണ് ഞാൻ സെല്ല് ചെയ്തത്. ഇവിടെ ഈ ഒരു ക്യാൻഡിലിന്റെ താഴെയായിരുന്നു എൻ്റെ സ്റ്റോപ്പ് ലോസ്. അതിനുശേഷം ഞാൻ എൻ്റെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തത് ഈ ഒരു റെഡ് ക്യാൻഡിൽ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത സമയത്ത് ഞാൻ ഇവിടെ നിന്നാണ് എൻ്റെ എന്താ ഇവിടെ നിന്നാണ് ഞാൻ എൻ്റെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തത്. ഈ ഒരു ട്രേഡിലും ആൾമോസ്റ്റ് 8 പോയിന്റ് നമുക്ക് എക്സാക്ട്ലി ക്യാച്ച് ചെയ്യാൻ കഴിഞ്ഞു. 24,700 പീരിയഡ് സെല് ചെയ്തത് പ്രൈസ് 123.50. ഞാനത് ബൈ ചെയ്ത പ്രൈസ് 115.35, ഏകദേശം 8 പോയിന്റ്. അങ്ങനെ ടോട്ടൽ 3 ട്രേഡ്സ് ആണ് ഇന്ന് നമ്മൾ എടുത്തത്. ആ 3 ട്രേഡ്സിലായിട്ട് നമുക്ക് 8,000 റുപ്പീസ് ആൾമോസ്റ്റ് പ്രോഫിറ്റ് ആണ് കിട്ടിയത്. സോ ഇതിന്റെ ചാർജുകൾ എത്രയാണെന്ന് നമുക്ക് നോക്കാം. ഇതിൽ കോൺട്രാക്ട് നോട്ട്സിൽ ടോട്ടൽ ചാർജ് വന്നിട്ടുള്ളത് 266, ബ്രോക്കറേജ് 120, STT സ്റ്റാമ്പ് ഡ്യൂട്ടി അടക്കം 266 രൂപയാണ് നമുക്ക് ടോട്ടൽ ചാർജ് വന്നിട്ടുള്ളത്. സോ അങ്ങനെ എൻ്റെ ചാർജ് എല്ലാം കഴിഞ്ഞിട്ട് ഏകദേശം 7,500 രൂപ നമുക്കിന്ന് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി ഇതുപോലെയുള്ള എല്ലാ ദിവസത്തെയും എൻ്റെ ട്രേഡ് ഡീറ്റെയിൽസ്, പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും ഞാൻ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. സോ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ സ്വിംഗ് ട്രേഡ് പരമായിട്ടും സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ആണ് ഞാൻ അപ്ലോഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ ഡെയിലി ഈ മാർക്കറ്റ് പ്രഡിക്ഷൻസ്, വീക്ക്ലി അനാലിസിസ്, അതുപോലെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്, പ്രീ മാർക്കറ്റ് റിപ്പോർട്ട് എല്ലാം, നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, പോസ്റ്റ് മാർക്കറ്റ് ആൻഡ് പ്രീ മാർക്കറ്റ് റിപ്പോർട്ട് എല്ലാം ഈ ചാനൽ അപ്ലോഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. സോ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൽ താല്പര്യമുള്ള സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഫോർവേഡ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.